ഇന്നത്തെ നമ്മുടെ ഡിഷ് ഒരു ക്യാരറ്റ് റൈസിൻ കേക്കാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഓവനൊന്നും ഇല്ലാതെ റെഡിയാക്കി എടുത്ത ഒരു കേക്കാണിത്. ഇതിനായിട്ട് ഞാനിവിടെ 3 എഗ് വൈറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരല്പം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ക്രീം ഓഫ് ടാർട്ടാറോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതൊന്ന് വിപ്പായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. മാത്രമല്ല നമുക്ക് ഇതിന് എഗ്ഗിൻ്റെ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നന്നായി തന്നെ ഇവിടെ ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ എഗ് യോക്ക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 3 എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്തെടുത്തതാണ്. അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എഗ്ഗ് ബീറ്റായിട്ട് വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ മൊത്തത്തിലായിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നന്നായി തന്നെ ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ സിന്നമൺ പൗഡർ. ഇത് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ ക്യാരറ്റോ റൈസിൻസോ ഒക്കെ ചേർക്കുന്ന ഒരു കേക്ക് ആയതുകൊണ്ട് നമ്മുടെ പ്ലം കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്ലം കേക്കിനകത്ത് നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ ഇതിനകത്തും ചേർത്തതാണ്. ഇത് ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഈ സിന്നമണിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കുക. ഏലക്കായോ അതല്ലെങ്കിൽ ഗ്രാമ്പുവോ, നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ്, ജാതിക്ക, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അല്പാൽപ്പമായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിക്സായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ, ഏതാണോ നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത് അത് ചേർക്കാം. ബട്ടർ വേണോ ഓയിൽ വേണോ എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനകത്തേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്തിട്ടുള്ള ബാറ്റർ ഒരല്പം എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഓയിലായാലും ബട്ടർ മെൽറ്റ് ചെയ്തതായാലും 1/4 കപ്പാണ് വേണ്ടത്. അതിനകത്തേക്ക് നമ്മൾ ബാറ്റർ അല്പം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് തിരിച്ച് ബാറ്ററിനകത്തേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ എഗ്ഗ് വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് താഴ്ന്നു പോകാതെ തന്നെ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡയറക്റ്റായിട്ട് ഓയിൽ ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബാറ്റർ താഴ്ന്നു പോകും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഫ്രഷ് ക്യാരറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റാണ്, നമ്മൾ ബോയിൽ ചെയ്തതോ അതല്ലെങ്കിൽ സ്റ്റീം ചെയ്തതോ ഒന്നല്ല. അതൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് റൈസിൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ 1/2 കപ്പ് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഏത് നട്ട്സാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, വാൾനട്ട്സോ കാഷ്യൂ നട്ട്സോ അതല്ലെങ്കിൽ പീക്കനോ, ഏതാണെങ്കിലും നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഓവനിലല്ല ചെയ്തിട്ടുള്ളതെന്ന്. ഞാനിപ്പോൾ സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന പാന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെ പാനാണിത്. ഇതിനകത്തേക്ക് ഒരല്പം നെയ്യ് ചേർത്തൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഗ്രീസ് ചെയ്യാനായിട്ട് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. അടിവശം മാത്രം ഗ്രീസ് ചെയ്താൽ മതി, സൈഡിൽ ഗ്രീസ് ചെയ്യണ്ട. സൈഡിലും കൂടെ ഗ്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേക്ക് ഡോമ് പോലെ ആയിട്ടുണ്ടാവും. സൈഡ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ലെയർ ആയിട്ടുള്ള കേക്കാണ് കിട്ടുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അതിന് മുൻപായിട്ട് ഞാൻ ഒരു കട്ടിയുള്ള ഒരു പാത്രം, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ഒരു പാത്രമാണ് എടുക്കേണ്ടത്. അത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്യുന്നത്. 20 മുതൽ 25 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് കേക്ക് റെഡി ആയിട്ട് വരും. അപ്പോൾ ഇത് 25 മിനിറ്റ് എടുത്തിട്ടുണ്ട് എനിക്ക് ബേക്കായിട്ട് വരാനായിട്ട്.
ടൂത്ത് പിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് അത് ക്ലിയർ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓവനിൽ ചെയ്യുകയാണെങ്കിൽ 190 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ചെയ്യേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ടും. ഓവനൊന്നും ഇല്ലാത്തവർക്കും റെഡിയാക്കാൻ പറ്റുന്ന നമുക്ക് പ്ലെയിനായിട്ട് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇന്നത്തെ ഈ കേക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സെയിം ടെക്സ്ചറാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എഗ്ഗിൻ്റെ സ്മെല്ല് അത്ര തന്നെ അങ്ങ് ഉണ്ടാവുകയില്ല. നമ്മൾ ഒരുപാട് ഇതിനകത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ എഗ്ഗിൻ്റെ സ്മെല്ല് വളരെ കുറവാണ്. നമുക്ക് സിന്നമൻ്റെ ആ ഒരു സ്മെല്ലാണ് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.